Hello everyone, once again welcome all of you to the YouTube channel of Happy Learning Academy. So ഇന്ന് നമ്മളൊരു ബ്രാൻഡ് ന്യൂ ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്, എക്സ്ക്ലൂസീവ്ലി മെന്റ് ഫോർ ബിഗിനേഴ്സ്. അപ്പോൾ നിങ്ങളൊരു ഇംഗ്ലീഷിൽ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ this video is going to be really beneficial for you. Don't forget to check it out. Okay. ഇനി നിങ്ങൾ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ don't forget to subscribe, and if you think that this video is informative, do share it with your friends. Okay, so come on, let's start. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂസേജ് ഓഫ് ടു ആണ്. നമുക്കറിയാം ഇംഗ്ലീഷിൽ ഒരു പ്രപ്പോസിഷൻ ആണ് ടു എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഈ പറയുന്ന ടു എവിടെയാണ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവർക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, where to use this to and what is the difference between 2 and 4. ഓക്കെ, അപ്പം ഈ 2 എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ സംസാരിക്കുമ്പോൾ, അതുപോലെ 4 എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ഏകദേശം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണിത്. അപ്പം നമുക്ക് ഇന്ന് നോക്കാം എവിടെയാണ് ഈ 2 യൂസ് ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, so in this video I'll be giving you one code where if you learn this code you will be thorough with the usage of to. ഓക്കെ, അപ്പോൾ ഞാനൊരു കോഡ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി thorough with the usage of to. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആ സെൻറ്റൻസ് എന്ന്. ഓക്കെ, സോ നമ്മുടെ കോഡ് ഇതാണ്. ഡെസ്റ്റിനേഷൻ്റെ ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യാനായിട്ട് കൊടുത്തപ്പം വേർബ് കാരണം ചോദിച്ചു. ഈ ഒറ്റൊരു സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടുവിൻ്റെ യൂസേജ് ഈസി ആയിട്ടിങ്ങ് പോരും. ഓക്കെ, സോ കോഡ് ഇതാണ്. ഡെസ്റ്റിനേഷൻ്റെ ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യാനായിട്ട് കൊടുത്തപ്പം വേർബ് കാരണം ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ ഡെസ്റ്റിനേഷൻ, എന്താണ് ഈ ഡിസ്റ്റൻസ്, എന്താണ് ഈ കമ്പാരിസൺ, എന്താണ് ഈ വേർബ്, എന്താണ് ഈ റീസൺ, അല്ലേ? ഇതെല്ലാം ഒന്ന് നോക്കാം. സോ ദാറ്റ് it will be easy for you to understand where to use to and also how to memorize this code. Okay, അപ്പോൾ നമുക്ക് എന്താണ് ഈ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. അപ്പം കോഡിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ആണ്, അല്ലേ? ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ്. ഫോർ എക്സാമ്പിൾ, ഐ വോണ്ട് ടു ഗോ ടു അമേരിക്ക. ഓക്കെ, ഓർ ഐ വോണ്ട് ടു ഗോ ടു മൈ ഫ്രണ്ട്സ് ഹോം. അപ്പം ഈ ഫ്രണ്ട്സ് ഹോം എന്ന് പറയുന്നതും അമേരിക്ക എന്ന് പറയുന്നതും ഒരു ഡെസ്റ്റിനേഷനാണ്, നമുക്ക് പോവേണ്ട ഒരു ടാർഗറ്റഡ് ലൊക്കേഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് യു ഹാവ് ടു യൂസ് ടു. ഓക്കെ, അപ്പോൾ അതാണ് ടുവിൻ്റെ ആദ്യത്തെ യൂസേജ് എന്ന് പറയുന്നത്. ഫൈൻ. സെക്കൻഡ് വൺ, കോഡിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കൂ. ഇറ്റ് ഈസ് ഡിസ്റ്റൻസ്, അല്ലേ? ഡെസ്റ്റിനേഷൻ്റെ ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യാനായിട്ട് കൊടുത്തപ്പം വേർബ് കാരണം ചോദിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഇസ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മളൊരു ഡിസ്റ്റൻസ്, പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ചോദിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, ഇവിടുന്ന് പാർക്കിലോട്ട് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമ്മൾ പറയുന്ന സമയത്ത് എങ്ങനെയാണ് പറയുക? ഇറ്റ് ഈസ് അബൌട്ട് 2 kilometers ടു പാർക്ക്. ഓക്കെ, പാർക്കിലോട്ട് 2 kilometers ഉണ്ട്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് 5 kilometers ടു സൂ. ഓക്കെ, 5 kilometers ആണ് സൂവിലേക്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പെർട്ടിക്കുലറായിട്ട് ഡിസ്റ്റൻസ് പറയുന്ന സമയത്ത് നമുക്ക് ടു യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് യൂസേജ് ഓഫ് ടു. സോ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞത് ഫസ്റ്റ് വൺ ഡെസ്റ്റിനേഷൻ ആണ്, സെക്കൻഡ് വൺ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി കോഡിൻ്റെ മൂന്നാമത്തെ ഭാഗം നോക്കൂ. കമ്പയർ ചെയ്യാനായിട്ട് കൊടുത്തപ്പം, അല്ലേ? ഡെസ്റ്റിനേഷൻ്റെ ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യാനായിട്ട് കൊടുത്തപ്പം അവിടെ കമ്പയർ, രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഐ പ്രിഫർ കോഫി ടു ടീ ഓർ ഐ പ്രിഫർ ബുക്സ് ടു മൂവീസ്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടു യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ടു എന്ന പ്രിപ്പോസിഷൻ്റെ തേർഡ് യൂസേജ്. സോ ലെറ്റ്സ് സീ ദ ഫോർത്ത് പാർട്ട് ഓഫ് ദ കോഡ്. കോഡ് ഇതാണ്. ഡെസ്റ്റിനേഷൻ്റെ ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യാനായിട്ട് കൊടുത്ത സമയത്ത്, അല്ലേ? അപ്പോൾ കൊടുത്ത എന്നർത്ഥം വരുന്ന ഗിവിങ്. അപ്പം നമ്മളൊരു ഒബ്ജക്റ്റ് മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് പറയുന്ന സമയത്ത് ടു ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, പ്ലീസ് ഗിവ് ദിസ് ബുക്ക് ടു രാമു ഓർ
please pass this information to the officer. Okay, or please pass this file to the file desk. അപ്പം ഒരാൾക്ക് ഒരു ഒബ്ജക്റ്റ് കൊടുക്കൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ടു ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ കോഡ് ഇസ് ദിസ്. എന്തായിരുന്നു? ഡെസ്റ്റിനേഷൻ്റെ ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യാനായിട്ട് കൊടുത്ത സമയത്ത് വേർബ് കാരണം ചോദിച്ചു അല്ലേ? റീസൺ എലോങ് വിത്ത് വേർബ്, വേർബിൻ്റെ കൂടെ അതിൻ്റെ കാരണം കൂടി വരുന്ന സമയത്ത് നമ്മൾ ടു ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ ലേൺ ഇംഗ്ലീഷ് ടു ഗെറ്റ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പം അവിടെ ഗെറ്റ് എന്ന് പറയുന്നതാണ് ആക്ഷൻ വേർഡ് അല്ലേ, വേർബ്. അപ്പോൾ ആ വേർബിൻ്റെ കൂടെ നമ്മൾ ടു ആണ് യൂസ് ചെയ്യുക, നോട്ട് ഫോർ. ഓക്കെ, സോ ഐ ലേൺ ഹിന്ദി ടു ഗെറ്റ് മോർ എക്സ്പോഷർ. ഓക്കെ, ഇപ്പോൾ എന്തിനു വേണ്ടി നമ്മളവിടെ ഒരു കാരണം കൂടി പറയുന്നുണ്ട്. കൂടുതൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹിന്ദി പഠിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റീസൺ വേർബിൻ്റെ കൂടെ സൈറ്റ് ചെയ്യുന്ന സമയത്ത് ടു ആണ് യൂസ് ചെയ്യുക. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ നമ്മുടെ കോഡ് മറക്കാതിരിക്കുക. ഇറ്റ് ഈസ് ഡെസ്റ്റിനേഷൻ്റെ ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യാനായിട്ട് കൊടുത്ത സമയത്ത് വേർബ് കാരണം ചോദിച്ചു. അപ്പം ഡെസ്റ്റിനേഷൻ, ഡിസ്റ്റൻസ്, ദെൻ തേർഡ് വൺ കമ്പയർ, ഫോർത്ത് വൺ ഗിവിങ്, ആൻഡ് ഫിഫ്ത്ത് വൺ റീസൺ വിത്ത് ദ വേർബ്. അപ്പോൾ ഈ 5 സിറ്റുവേഷൻസിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രപ്പോസിഷൻ ടു ആണ്. സോ ഐ ഹോപ്പ് ദാറ്റ് ദ യൂസേജ് ഓഫ് ടു ഇസ് ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് നോക്കാനുള്ളത് യൂസേജ് ഓഫ് ഫോർ ആണ്. അപ്പം അതും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് അതിൻ്റെ യൂസേജ് എന്നുള്ളത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നെക്സ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇഫ് യു ഫീൽ ദാറ്റ് ദിസ് വീഡിയോ ഇസ് ഇൻഫർമേറ്റീവ്, ഡു ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ ആൻഡ് ഓൾസോ സപ്പോർട്ട് us. Okay, thank you so much. Have a good day. Happy learning.